ഞാൻ എന്നും ഒരൊറ്റയാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നീല. അതൊന്നും മറക്കാൻ എത്ര ശ്രമിച്ചാലും എന്നെ കൊണ്ട് പറ്റില്ല. തൃപ്തിയായല്ലോ. ജയിലിൽ കിടന്നോളാന്ന് പറഞ്ഞതല്ലേ, ആരും കേട്ടില്ല. ഇവളീ വീട് മുടിപ്പിക്കും, നശിപ്പിക്കും. അതെ, അതിനു വേണ്ടി തന്നെയാ ഞാൻ വന്നത്. അങ്ങനെയല്ലാന്ന് ആർക്കെങ്കിലും ഈ വീട്ടിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലങ്ങ് മാറ്റിവെക്കുന്നതാ നല്ലത്. ഞാൻ ഈ വീട് മുടിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സാധിക്കില്ല. നിനക്കെന്നല്ല, ആർക്കും. നിന്റെ സമ്മതം ആർക്ക് വേണം? ഞാൻ വന്നതല്ലേ ഉള്ളൂ. ഇനി എന്തൊക്കെ നീ നിന്റെ ഈ ചതിയും ഭർത്താവും കാണാൻ കിടക്കുന്നു. വേദ തീർത്തിട്ടേ പോവൂ എല്ലാം. നമുക്ക് കാണാം. കാണാം. വാ അമ്മേ. അവിടെ നിന്നേ. എനിക്കൊന്ന് പുറത്തു പോണം. ഇന്നോ? അതെ, ഇന്ന്. ഇപ്പോ എന്റെ ആഭരണങ്ങൾ കൊണ്ടുപോയി ലോക്കറിൽ വെക്കണം. അത് ഇവിടെ സൂക്ഷിക്കാം. അത് ഇവിടെ സൂക്ഷിക്കാം. എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലെങ്കിലോ? നിങ്ങൾക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതിലും അധികം ഉണ്ടത്. സ്വർണ്ണ അല്ലേ? കാണുമ്പോ പലരുടെയും കണ്ണ് മഞ്ഞളിക്കും. ഞാനറിയാതെ അതിന്ന് വല്ലതും എടുത്താലോ? അതെ, നിന്റെ സ്വർണ്ണമൊന്നും ഇവിടെ ആർക്കും വേണ്ട. എനിക്ക് നിങ്ങളെ ആരെയും വിശ്വാസമില്ല, പ്രത്യേകിച്ച് ഇവളെ. വേലക്കാരിയായിട്ട് ജീവിച്ചവളല്ലേ, എനിക്കറിഞ്ഞൂടെ ഇവളുടെയൊക്കെ സ്വഭാവം. നിന്റെ വീട്ടിൽ ഇതുവരെ കക്കാനോ മോഷ്ടിക്കാനോ ഒന്നും ഞാൻ വന്നിട്ടില്ലല്ലോ. അപ്പോ ഈ നിൽക്കുന്ന മുതലോ ഇതെങ്ങനെ കിട്ടി? അർഹത ഉള്ളതുകൊണ്ട് കിട്ടി. നിനക്ക് അർഹതയില്ലായിരുന്നു, അതുകൊണ്ട് കിട്ടാതെ പോയി. മതി തർക്കിച്ചത്. അവക്ക് സ്വർണം ഈ വീട്ടിൽ വെക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വേണ്ട, എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുവയ്ക്കട്ടെ. നീ പോക്കോമളെ. അല്ലെങ്കിലും സ്വർണ്ണമൊക്കെ ലോക്കറിൽ ഇരിക്കുന്നത് തന്നെയാ നല്ലത്. അതൊന്ന് പറഞ്ഞു കൊടുക്ക് ഇവിടെയുള്ള വിവരദോഷികൾക്ക്. എന്റെ ഈശ്വര, ഇവളിങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? അമ്മ വിഷമിക്കണ്ട. അധികം വെളച്ചിലെടുത്താ ഞാൻ ശരിയാക്കിക്കോളാം. നിങ്ങൾ തമ്മിൽ പോര് വേണ്ട. അവൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. അവൾ കുഴിച്ച കുഴിയില് നമ്മൾ വീഴരുത്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് ഞാൻ സഹിച്ചോളാം. പക്ഷെ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ പ്രതികരിച്ചു പോവും. SBI ബാങ്ക് വരെ പോണം. വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? ലോക്കർ തുറന്ന് ഇത് അതിൽ വെക്കണം. അത്രയും നേരം വെയിറ്റ് ചെയ്യണം. എന്നാ ശരി. ഹലോ, അതെ വേദയാണ്. വീട്ടിലില്ല, ഞാൻ ബാങ്ക് വരെ ഒന്ന് പോവാ. ഓർണമെന്റ്സ് കൊണ്ടുപോയി ലോക്കറിൽ വെക്കണം. അതെ അതെ, ശരി, വന്നിട്ട് വിളിക്കാം. താങ്ക് യു. ഓർണമെന്റ്സ് കൊണ്ടുപോയി ലോക്കറിൽ വെക്കണം. അതെ അതെ, ശരി, വന്നിട്ട് വിളിക്കാം. താങ്ക് യു. പോവാം. ശരി മാഡം.
ചതിച്ചെന്നാ തോന്നുന്നത്. മേഡം ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഒന്ന് തള്ളിത്തരേണ്ടി വരും. ഞാനോ? ആ അതെ. നാശം. ഞാൻ കേറിട്ടില്ല. നിക്ക്. ശോ. അച്ഛൻ ഐജിയെ പരിചയമില്ലേ? ഉണ്ട്. എനിക്ക് ഉടനെ അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. ഞാനൊരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതില് ഉടനെ ആക്ഷൻ എടുക്കാൻ പറയണം. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ തന്ന ആഭരണങ്ങളില്ലേ? അതെ. അത് പോയി. ഒരുത്തൻ അടിച്ചോണ്ട് പോയി. വീട്ടിൽ വെച്ച പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് ലോക്കറിൽ വെക്കാൻ പോയതാ. കാറിന്റെ ഡ്രൈവർ അത് എടുത്തോണ്ട് പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇന്ന് തന്നെ അത് ലോക്കറിൽ കൊണ്ടുപോയി വെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവിടെ വീട്ടിൽ വെച്ചാ പോരായിരുന്നോ? നീ എന്ത് മണ്ടത്തരോ മോളെ കാണിച്ചത്? അത് എത്ര പവനുണ്ടെന്ന് അറിയോ നിനക്ക്? ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിന്നോടാരാ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞത്? കൂട്ടിനാരെങ്കിലും വിളിക്കായിരുന്നില്ലേ? തോന്നിയില്ല. വേദ, ഇതിന്റെ പേര് അഹങ്കാരം. അഹങ്കാരത്തിലുള്ള ശിക്ഷയാണ് നിനക്കിപ്പോ കിട്ടിയത്. എന്നെ ക്രോസ് വിസ്താരം ചെയ്ത് നിൽക്കാതെ വേഗം ഐജിയെ വിളിക്കാൻ നോക്ക്. മോളിന്നൊരു പ്രശ്നം ഉണ്ടെങ്കിലേ അന്വേഷണം കാര്യക്ഷമമായിട്ട് നടക്കൂ. കല്യാണത്തിന്റെ ആദ്യ ദിവസം തന്നെ മോഷണം, അതും ആഭരണം. അപശകുനാണല്ലോ മോളെ. ഓ, ഇനി അതുകൂടി എഴുന്നള്ളിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പോലീസ് എന്തായാലും അവനെ കണ്ടുപിടിക്കും. പിടിക്കും. അതും പ്രതീക്ഷ എന്റെ മോൾ അവിടെ ഇരിക്കുകയുള്ളൂ. പോവാനുള്ളതങ്ങ് പോയി. ആ, പോയെങ്കി പോയി. എന്റെ ജീവിതമേ പോയി. അതിലും വലുതല്ലല്ലോ സ്വർണം. ഒരു വീക്ക് വെച്ചെന്നാണല്ലോ. എന്നീ നിഷേധം അവസാനിപ്പിക്കുന്നു അന്നേ നീ നന്നാവുള്ളൂ. ഈ വിവരം ഗിരിയുടെ വീട്ടിൽ അറിഞ്ഞോ മോളെ? ഇല്ല, ഞാൻ നേരെ ഇങ്ങോട്ടാ പോകുന്നത്. അറിയിക്കണ്ടേ അവരെ? എന്തിന്? എന്റെ ആഭരണം പോയത് അവരെന്തിനാ അറിയുന്നത്? അവരറിയണ്ടേ മോളെ? അവിടെയല്ലേ ഇനി നിന്റെ വീട്? അതൊക്കെ പഴയ കോൺസെപ്റ്റാമേ. എനിക്ക് ആ വീട് ഒരിക്കലും എന്റെ വീടായിട്ട് തോന്നാൻ സാധ്യതയില്ല. ഏത് നിമിഷവും ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. അതിനു വേണ്ടിയാണോ വാശി പിടിച്ച് നീ കല്യാണം നടത്തിയത്? കല്യാണം നടത്തിയത് അതിനു വേണ്ടിയൊന്നുമല്ല. അതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. അതൊന്നും ചർച്ച ചെയ്യാനുള്ള സമയമല്ലിപ്പോ. അച്ഛൻ ഐജിയെ വിളിക്ക്. അത് ഞാൻ വിളിച്ചോളാം. ഈ വാക്കെനിക്ക് വിശ്വസിക്കാലോ അല്ലേ? നീ പറഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യും. ആ സ്വർണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അത് നഷ്ടപ്പെട്ട നിനക്ക് നൊന്നില്ലെങ്കിലും എനിക്ക് നോവൂ. അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഗിരിയുടെ വീട്ടിൽ ആരോടും പറയണ്ട. അതെനിക്ക് കുറച്ചില്ല. എത്ര ലക്ഷം രൂപയുടെ മുതലാ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. വേദ, സ്വർണം കൊണ്ടുപോയി ബാങ്ക് ലോക്കറിൽ വെച്ചോ? അതിനല്ലേ ഇവിടുന്ന് പോയത്? ആ, പോയത് അതിന് തന്നെയാ. വെച്ചോന്നാ ചോദിച്ചത്. അതെന്തിനാ നീ അറിയുന്നത്? ഒരു രസം. എന്റെ അനിയന്റെ ഭാര്യയുടെ പവൻ കണക്കിനുള്ള സ്വർണം ബാങ്ക് ലോക്കറിൽ ഇരിപ്പുണ്ടെന്ന് അറിയുന്നത് ഒരു അന്തസ്സല്ലേ? ഓർക്കുമ്പോ എന്തൊരു സുഖം കിട്ടുന്നറിയോ? അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. അത് നിന്റെ സ്വർണ്ണം അല്ല, എന്റെ സ്വർണ്ണോ. നീ എന്താ എത്ര വൈകിയത്? വൈകി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ?
പോകുന്ന വഴിക്ക് വല്ല അപകടം ഉണ്ടായോ? എന്തപകടം? ഒന്നും ഉണ്ടായില്ല. ഇവിടെ വെച്ചാ ഇവിടെ ആരെങ്കിലും എടുക്കുന്നായിരുന്നല്ലോ നിന്റെ പേടി. മൊത്തത്തിൽ പോയപ്പോ സമാധാനമായില്ലേ? എന്ത് പോയി? ഗൗരി ഗൗരി ഇവിടെ ഇല്ല. അവളുടെ മാർക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് വാങ്ങാൻ യൂണിവേഴ്സിറ്റി പോയി. ഇന്ന് വരില്ല. നിനക്ക് ദൈവം തന്ന ശിക്ഷയടിയത്. പാവങ്ങളായ ഞങ്ങളെ അപമാനിച്ചതിന് കിട്ടിയ ശിക്ഷ. പോലീസില് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലേ? എന്ത് കംപ്ലൈന്റ്? എന്തിന്? എന്റെ വേദേ, ഇനിയും നീ മറച്ചു പിടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. സ്വർണം പോയിന്നുള്ള വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞു. അറിഞ്ഞോ? എങ്കിൽ കണക്കായി പോയി. എന്റെ സ്വർണ്ണമല്ലേ പോയത്? അതിന് നിങ്ങൾക്കെന്താ? കൊതി വന്നിട്ട് അത് പോയത്. നിന്റെയൊക്കെ ദൃഷ്ടിദോഷം. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് പോലീസ് അവനെ പൊക്കും. ഒരു ഗ്രാം പോലും കുറയാതെ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഈ പറഞ്ഞത് ന്യായം. ഞങ്ങളും അതിന്റെ കൂടെ നിൽക്കും. എനിക്കൊരു തിടെ സഹായം വേണ്ട. എന്റെ ബലമായ സംശയം അയാള് നിന്റെയൊക്കെ ആരോ ആന്ന. സത്യം പറ, അയാളെ പറഞ്ഞു വിട്ടത് നീയല്ലേ? ദൈവദോഷം പറയരുത്. അവള് പറഞ്ഞോട്ടെ അമ്മേ. അങ്ങനെയെങ്കിലും അവൾക്കൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ആ ആളെ പറഞ്ഞു വിട്ടത് ഞാൻ തന്നെയാ. സ്വർണം മുഴുവൻ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ ലോക്കറിലൊന്നും കൊണ്ടുവയ്ക്കാൻ പോകുന്നില്ല. ഇവിടെ തന്നെ സൂക്ഷിക്കും. എനിക്ക് നിന്നെ അടക്കം എല്ലാവരെയും വിശ്വാസ. കളിയാക്കണ്ട. പോലീസ് അവനെ പിടിക്കുമല്ലോ. അപ്പൊ അറിയാം സത്യം. പോലീസ് എവിടെ പോയി പിടിക്കാനാ? അവനിപ്പോ ഈ ജില്ല വിട്ട് കാണും. പറ്റിയത് പറ്റി. ഇനി ഇങ്ങനത്തെ മണ്ടത്തരങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. അഹങ്കാരമല്ലേ നീലേ? ഇനിയും പറ്റിക്കൊണ്ടിരിക്കും. മതി എന്നെ കുറ്റം പറഞ്ഞത്. നിങ്ങളൊക്കെ വലിയ മാന്യന്മാര്, ഒരബദ്ധവും പറ്റാത്തവര്. ഞാൻ മണ്ടി, തെറ്റ് പറ്റുന്നവള്. എനിക്ക് ഈ ജീവിതത്തില് ഒരേ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. ദാ ഈ നിൽക്കുന്നയാളെ പ്രേമിച്ചു. അതിന്റെ ശിക്ഷയാ ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മതി പറഞ്ഞത്. അത് തന്നെ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഞങ്ങൾക്കാർക്കും അത് കേൾക്കണ്ട. നിക്ക്, കുറിച്ചിട്ടോ. ഇതിന്റെ ഒന്നാമത്തെ ദിവസം. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും നിനക്ക് സ്വസ്ഥതക്കേടിന്റെ ദിവസങ്ങളായിരിക്കും. നീയും കുറിച്ചിട്ടോ. ഇത് നിന്റെ ഒന്നാം ദിവസം. പോയതേ 300 പവനാ. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നിനക്ക് നഷ്ടത്തിന്റെ ദിവസങ്ങളായിരിക്കും. അവൾക്ക് കൊണ്ടുപോയി കൊടുക്ക. വേദ, ദാ പാല്. ഓ, ഇന്നാണല്ലോ എന്റെ ഫസ്റ്റ് നൈറ്റ്. ആയിക്കോട്ടെ. നീല് കിടന്നോ? കിടന്നു. അങ്ങനെ കിടന്നാലെങ്ങനെയാ? ഒന്ന് വിളിച്ചേ. ഏട്ടൻ ഉറങ്ങി. അതാ വിളിക്കാൻ പറഞ്ഞത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ്റില്ല. എന്നാ ഞാൻ വിളിക്കാം. വേദ, എന്താ? ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കേട്ടോ നീലേ, ഇവള് തന്ന ഈ പാൽ ഗ്ലാസും കൊണ്ട് ഞാൻ ഗിരിയുടെ മണിയറയിലേക്ക് പോകുന്നത് കാണാൻ നീലുണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് സാധിച്ചു. കുറ്റബോധം തോന്നുന്നില്ലേ ഇപ്പോ? ഇല്ല, ഒട്ടും. ഒട്ടും. നിങ്ങളുടെ കാമുകിയായിരുന്നു ഞാൻ. ആയിരുന്നു, ഇപ്പോഴല്ല. ഇപ്പൊ എന്റെ അനിയന്റെ ഭാര്യ. അനിയന്റെ ഭാര്യ എനിക്ക് അനിയത്തിയ. ആ വകതിരിവ് എനിക്കുണ്ട്. അതുകൊണ്ട് പാൽ ഗ്ലാസുമായിട്ട് ഗിരിയുടെ അടുത്തേക്ക് പോകുന്ന നിന്നെ കാണുമ്പോ ഒന്നും തോന്നില്ല എനിക്ക്. കുറ്റബോധം പോയിട്ട് ഒരു തരി വേദന പോലും. നിങ്ങളുടെ മനസ്സ് കല്ല. ആയിരിക്കാം. വേദനയും കുറ്റബോധവും ഒക്കെ ഞാൻ തോന്നിപ്പിക്കും. കണ്ടോ?
നല്ലത് മാത്രം ചിന്തിക്ക്, എങ്കിലും നന്മയുണ്ടാവും. ചെല്ല്, അവൻ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മൾ കാണിച്ചത് മണ്ടത്തരായിപ്പോയി അല്ല നീലേ? ഗിരി കാല് പിടിച്ച് പറഞ്ഞതാ വേണ്ടെന്ന്, കേട്ടില്ല. പാവ എൻ്റെ കുട്ടി. എല്ലാം അവൻ ഒറ്റയ്ക്ക് സഹിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം. അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. എനിക്ക് തോന്നുന്നില്ല മോളെ. അവളുടെ പ്രകൃതി നീ കണ്ടതല്ലേ? അവൾ ഒന്നും മറക്കാൻ തയ്യാറല്ല. പകയാ മനസ്സ് മുഴുവൻ. അവളെല്ലാം നശിപ്പിക്കും. അങ്ങനൊന്നും സംഭവിക്കില്ലമ്മേ. ഗിരി അടക്കം എല്ലാവർക്കും അവളുടെ സ്വഭാവം അറിയാമല്ലോ. അതുകൊണ്ട് അമ്മ പേടിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. കൂടുതൽ കളിച്ചാൽ അവളെ പുറത്താവും. അല്ലാതെ ഈ വീടിനോ ഇവിടെ താമസിക്കുന്നവർക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒറ്റപ്പെടുന്നത് അവള് തന്നെയാണെന്ന് മനസ്സിലാവുമ്പോ താനെ അടങ്ങിക്കോളും. അങ്ങനെ ആയാൽ മതിയായിരുന്നു. അങ്ങനെ ആവൂ. അമ്മ സമാധാനായിട്ട് പോയി കിടക്ക. നേരത്തെ എണീറ്റതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. കിടക്കണമെന്നുണ്ട്. ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ആരൊക്കെ എങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചാലും എനിക്ക് സമാധാനം കിട്ടില്ല. എന്റെ ഈശ്വര, എന്റെ മക്കളെ കാത്തോളണേ. മുതിർന്നവരുടെ ഓരോ മണ്ടത്തരങ്ങളെ പാലും തന്ന് വിട്ടിരിക്കുക. തുടങ്ങാൻ പോകുന്നത് ജീവിതമല്ല, യുദ്ധമാണെന്ന് അവർക്കറിയില്ലല്ലോ. അവർക്കറിയാം, എങ്കിലും അവരത് ഭാവിക്കില്ല. മറിച്ച് പ്രാർത്ഥിക്കും. എല്ലാം നന്നായിട്ട് വരാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഫലിക്കോ? നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും ഒക്കെ പരമയോഗ്യരാണല്ലോ. എന്താ സംശയം? എന്റെ വീട്ടിലെ ഒരാളും കള്ളക്കേസ് ഉണ്ടാക്കി കല്യാണം കഴിക്കില്ല. പക്ഷേ പ്രേമിച്ച് ചതിക്കും. അതിലാണ് മിടുക്ക് മുഴുവൻ. നിന്നെപ്പോലൊരുത്തിയെ വേണ്ടെന്ന് വെക്കുന്നതും മിടുക്ക് തന്നെയാ. എന്നിട്ടെന്താ നിങ്ങൾക്ക് മിടുക്ക് കാണിക്കാൻ പറ്റാതിരുന്നത്? തർക്കിക്കാൻ ഞാനില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. ഞാൻ മരിച്ച ദിവസമാണ്. നല്ല ക്ഷീണം, ഒന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ. അതിനു മുമ്പ് ഈ പാല് കുടിച്ചേക്ക്. പുന്നാര വല്യമ്മ തന്നു വിട്ടേല്ലേ. നല്ല മധുരം. ഇനി അങ്ങോട്ട് കയ്പായിരിക്കും. അപ്പൊ അവസാനമായി ഈ മധുരം നല്ലതാ. താൻ കട്ടിലാണോ കിടക്കുന്നത്? അപ്പൊ ഞാനെവിടെ കിടക്കും? താഴത്തെ സ്ഥലമുണ്ടല്ലോ. താഴത്തോ? ഞാനോ? എന്റെ കൂടെ ഈ കട്ടിൽ കിടക്കാന്ന് നീ വിചാരിക്കണ്ട. നിങ്ങളുടെ കൂടെ ആർക്ക് കിടക്കണം? ഈ കട്ടില് പക്ഷേ എനിക്ക് വേണം. നിങ്ങൾ താഴത്തോ പുറത്തോ എവിടെ വേണേലും പോയി കിടന്നോ. ഇതെന്റെ വീടാ. ഇവിടെ ഞാൻ പറയുന്ന അനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി. അത് താൻ ഏതെങ്കിലും കുട്ടികളോട് പോയി പറഞ്ഞാ മതി. ഈ സാധനം കഴുത്തിലിട്ട് തന്നുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്ന സ്ഥിതിക്ക് എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. അതീ പെടുന്നതാ ഈ കിടപ്പ്. ഞാൻ കട്ടിലിൽ തന്നെ കിടക്കും. നിങ്ങൾ എന്തൊക്കെ ബഹളം വെച്ചാലും ശരി, അത് നടക്കും. അതേ നടക്കൂ. എന്നാ അതൊന്നും എനിക്ക് കാണണമല്ലോ. ചങ്കൂറ്റുണ്ടെങ്കിൽ നീ കിടക്ക്. തോന്നിവാസം കാണിച്ചാ അടിച്ചതിന്റെ മുഖം ഞാൻ പൊളിക്കും. അടിക്കടോ. ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ എന്നെ അടിക്ക. എന്റെ ദേഹത്ത് കൈവച്ചാ ആ കൈ പിന്നെ തന്റെ ശരീരത്തിലുണ്ടാവില്ല. നീ ആരാന്നടി നിന്റെ വിചാരം? കഴുത്തി കിടക്കുന്ന താലിയുടെ ബലത്തിലാ നീ പ്രസംഗിക്കുന്നതെങ്കിൽ അതൊരു താലിയൊന്നുമല്ല, വെറും ഒരു മാലയാ. ബലമായിട്ട് നീ ചതിച്ചു വാങ്ങിയ അതിന്റെ പേരിലാണ് ഈ അവകാശവാദമെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ല. ഞാൻ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഈ കട്ടിലിൽ തന്നെ കിടക്കും. അത് താനല്ല, മരിച്ചുപോയി തന്റെ അച്ഛനമ്മമാരെ വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ല. എന്റെ അച്ഛനമ്മമാരെ കുറിച്ച് പറയുന്നോടി. ഇറങ്ങി പോടി. എനിക്ക് കാണണം. ഇറങ്ങടി, ഇറങ്ങിപ്പോ.
എല്ലാരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഹും. ഒരുത്തനെയും ഇന്ന് ഞാൻ ഓർക്കില്ല. എനിക്കില്ലാത്ത സൗകര്യം ഒരുത്തനും വേണ്ട. എന്താ എന്താ പ്രശ്നം? അയാളോട് ചോദിക്ക്. ഭർത്താവാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. എന്താ ഗിരി? ഇവൾക്കേ അഹങ്കാരം. അവൾക്ക് കട്ടിലിൽ കിടക്കണമെന്ന്, ഞാൻ നിലത്ത് കിടക്കണോത്രേ.